ഇറാൻ യുദ്ധത്തിന്റെ മറവിൽ ഭാരതത്തിനെതിരെ വിഷം ചീറ്റി ഭീകര സംഘടന. ഭാരതം, അമേരിക്ക, ഇസ്രായേൽ തുടങ്ങിയ രാജ്യങ്ങളെ ഇസ്ലാമിന്റെ ശത്രുക്കളായി തന്നെ പ്രഖ്യാപിച്ചുകൊണ്ട് ഇസ്രായേൽ ഇറാൻ സംഘർഷത്തിന്റെ മറവിൽ ഭാരതത്തിന്റെ അഖണ്ഡതയെ തകർക്കാൻ വ്യക്തമായ നീക്കങ്ങൾ നടത്തുന്നതായി തന്നെയുള്ള വിലയിരുത്തൽ പുറത്തുവരികയാണ്. ഭീകര സംഘടനയായ അൽ ഖ്വയ്ദയുടെ നീക്കം ഇപ്പോൾ ഇന്ത്യയിൽ കൂടുതൽ ആശങ്ക പടർത്തുകയാണ്. കാശ്മീരിനെ ജിഹാദിന്റെ സിരാകേന്ദ്രമാക്കാനുള്ള പ്രവർത്തനങ്ങളാണ് അണിയറയിൽ ഇപ്പോൾ തയ്യാറാക്കുന്നത്. വികസനമല്ല മതം മതി എന്ന പ്രചരണമാണ് ഇവർ അഴിച്ചുവിടുന്നതും. മോദി സർക്കാരിന് കീഴിൽ കാശ്മീരിൽ നടപ്പിലാക്കുന്ന വൻ വികസന പ്രവർത്തനങ്ങളിൽ ഭീകരർ വിളറി പൂണ്ടിരിക്കുകയാണ് എന്നതാണ് രഹസ്യാന്വേഷണ റിപ്പോർട്ടുകളടക്കം സൂചിപ്പിക്കുന്നത്. ഹിസ്ബുൾ മുജാഹിദീൻ, ജെയ്ഷെ മുഹമ്മദ്, ലഷ്കർ ഇ തയ്ബ തുടങ്ങിയ ഭീകര സംഘടനകൾ ഈ താഴ്വരയിലുള്ള സ്വാധീനം നഷ്ടപ്പെട്ടതോടുകൂടിയാണ് അൽ ഖ്വയ്ദയാകട്ടെ നേരിട്ട് ഇത്തരത്തിലൊരു പ്രചരണവുമായി തന്നെ രംഗത്തെത്തിയിരിക്കുന്നത് എന്ന വിലയിരുത്തലാണ് പുറത്തുവരുന്നത്. അതായത് ഇപ്പോൾ പശ്ചിമേഷ്യയിൽ നടക്കുന്ന ഇസ്രായേൽ ഇറാൻ യുദ്ധം, ആ ഒരു യുദ്ധത്തിന്റെ മറവിൽ ഭാരതത്തിന്റെ അഖണ്ഡതയെ തകർക്കാനുള്ള ആഗോള ഭീകര സംഘടനയുടെ ശ്രമമായി തന്നെ ഇത് വിലയിരുത്തപ്പെടുകയാണ്. ജമ്മു കാശ്മീരിനെ ജിഹാദിന്റെ പ്രധാന തിയേറ്ററാക്കി മാറ്റണമെന്ന ആർട്ടിക്കിൾ 370 റദ്ദാക്കിയതിനെതിരെ യുവാക്കൾ ആയുധമെടുക്കണമെന്നതാണ് അൽ ഖ്വയ്ദ ഇപ്പോൾ ഇത്തരത്തിലൊരു വലിയ രീതിയിൽ ആഹ്വാനം ചെയ്തിരിക്കുന്നതായി തന്നെ വിലയിരുത്തപ്പെടുന്നത്. ഇറാൻ സംഘർഷത്തെ ഇസ്ലാം വിരുദ്ധ യുദ്ധമായി തന്നെ ചിത്രീകരിച്ചുകൊണ്ട് കാശ്മീരിലെ യുവാക്കളെ വഴിതെറ്റിക്കാനുള്ള ശ്രമമായി തന്നെയാണ് ഭീകരർ ഇപ്പോൾ മുന്നിട്ടിറങ്ങിയിരിക്കുന്നത്. ഇതിനായി പുറത്തിറക്കിയ പ്രത്യേക മാഗസീനിലടക്കം ഭാരതത്തെ, അതേപോലെ അമേരിക്ക, ഇസ്രായേൽ തുടങ്ങിയ രാജ്യങ്ങളെ ഇസ്ലാമിന്റെ ശത്രുക്കളായി പ്രഖ്യാപിച്ചുകൊണ്ടാണ് ഈ മാഗസീൻ, ഈ ഭീകര സംഘടനകൾ പുറത്തിറക്കിയിരിക്കുന്നത്. റോഡുകളും പാലങ്ങളും വിനോദസഞ്ചാര കേന്ദ്രങ്ങളും ഇതുവഴി കാശ്മീരി യുവാക്കൾ മുഖ്യധാരയിലേക്ക് വരുന്നത് തടയാൻ വികസനമല്ല മതമാണ് വലുത് എന്ന പ്രചരണമാണ് ഈ ഭീകരർ നടത്തുന്നത്. ആർട്ടിക്കിൾ 370 റദ്ദാക്കിയപ്പോൾ കാശ്മീരിൽ വലിയ ജനകീയ പ്രക്ഷോഭം ഉണ്ടാക്കാത്തതിലുള്ള കടുത്ത നിരാശയും ഇവിടെ അൽ ഖ്വയ്ദയുടെ മാഗസിനിൽ പങ്കുവയ്ക്കുന്നുണ്ട്. താലിബാൻ മോഡലിൽ ഭാരതത്തെ തകർക്കണമെന്നും കാശ്മീരിലൂടെ തന്നെ വലിയ രീതിയിൽ ഭാരതത്തിന്റെ നാശം അത് യാഥാർത്ഥ്യമാക്കണം എന്നതാണ് ഇവരുടെ ഗൂഢലക്ഷ്യം. എന്നാൽ 2014 രൂപീകരിച്ചത് മുതൽ തന്നെ കാശ്മീരിൽ വേരുറപ്പിക്കാൻ ശ്രമിക്കുന്ന അൽ ഖ്വയ്ദയാകട്ടെ ഇന്ത്യൻ സൈന്യം ഓരോ ഘട്ടത്തിലും ഇവരുടെ പ്രവർത്തനങ്ങൾ പരാജയപ്പെടുത്തുകയാണ് ചെയ്തിരിക്കുന്നത്. ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകൾ വഴി യുവാക്കളെ തീവ്രവാദത്തിലേക്ക് ആകർഷിക്കാനുള്ള നീക്കങ്ങൾ സൈബർ സെല്ലും അതേപോലെ തന്നെ NIA-യും നിരീക്ഷിച്ചു വരികയാണ്. വിഘടനവാദത്തിന്റെ പഴയകാലം തിരികെ കൊണ്ടുവരാൻ ശ്രമിക്കുന്ന ഒരു ശക്തിയെയും കാശ്മീരിന്റെ മണ്ണിൽ കാലുകുത്താൻ അനുവദിക്കില്ല എന്നതാണ് സുരക്ഷാ ഏജൻസികൾ വ്യക്തമാക്കുന്നത്. ഭാരതത്തിന്റെ ആഭ്യന്തര കാര്യങ്ങളിൽ ഇടപെടാൻ ശ്രമിക്കുന്ന ഏതൊരു വിദേശ ഭീകര ശക്തിയെയും സൈന്യം ഉരുക്കുമുഷ്ടി ഉപയോഗിച്ചുകൊണ്ട് തന്നെ അടിച്ചമർത്തുമെന്ന ഒരു ദൃഢനിശ്ചയമാണ് ഇവിടെ നൽകിയിരിക്കുന്നത്. അന്താരാഷ്ട്ര തലത്തിലുള്ള സംഘർഷങ്ങളെ ഭാരതത്തിനെതിരായ ആയുധമാക്കാനുള്ള നീക്കം ഒരു കാരണവശാൽ പോലും തങ്ങൾക്ക് അനുവദിച്ച് നൽകാൻ കഴിയില്ല എന്ന് തന്നെയാണ് പ്രതിരോധ മന്ത്രാലയം ഇവിടെ മുന്നറിയിപ്പ് നൽകുന്നതും. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.